അക്രമിയായ ഒരാൾ ഇവരുടെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി അയാൾ സിസ്റ്ററിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയാണ് ഉണ്ടായത്. ട്രെയിനിൽ നിന്ന് വീണ് സിസ്റ്ററിൻ്റെ ഒരു കൈയും ഒരു കാലും സിസ്റ്ററിനെ നഷ്ടപ്പെട്ടു. ഒരു കൈ ഉള്ളത് കൊണ്ട് വലത് കൈയിന് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ആയതുകൊണ്ടും ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ബോട്ടണി ആയതുകൊണ്ട് ഒരുപാട് വരയ്ക്കാനും എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് വലത് കൈയിന് നല്ല വേദനയും ബുദ്ധിമുട്ടുകളും ഒരുപാട് ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. കേസൊക്കെ ആള് ദൈവത്തിന് വിട്ടുകൊടുക്കാനുണ്ടായത്. അക്രമയോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ പേര് സോഫി. ഞാൻ ഒളരിയാണ് താമസിക്കുന്നത്. ഞാൻ ഒളരി ലിറ്റിൽ ക്വീൻ പബ്ലിക് സ്കൂളിലെ ഒരു മാത്സ് ടീച്ചറാണ്. എൻ്റെ അമ്മായിയുടെ മകളാണ് സെറിൻ. അമ്മായിക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. 7 ആൺകുട്ടികളും 2 പെൺമക്കളുമാണ്. ആ 2 പെൺകുട്ടികളും പിന്നെ ഒരു ആൺകുട്ടി ദൈവത്തിന് ദാനമായി നൽകിയതാണ് അമ്മായി. 2 പെൺകുട്ടികളും സിസ്റ്റേഴ്സായി. അതിൽ മൂത്ത ചേച്ചി FCC കോൺവെൻറ്റിൽ സിസ്റ്ററാവാൻ പോയപ്പോൾ അനിയത്തിയാണ് സിസ്റ്റർ സെറിൻ. സിസ്റ്റർ സെറിനും സിസ്റ്റർ ആവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആള് സിസ്റ്റർ ആവാനായിട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരു ചേട്ടനും അച്ഛനാവാൻ പോയി. CMIയിലാണ് അച്ഛനുള്ളത്. ഇപ്പോൾ മൂത്ത ചേച്ചിയും അച്ഛനും മിഷണറിമാരാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് അവർ രണ്ടുപേരും. അപ്പോൾ സിസ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും സിസ്റ്ററും തമ്മിൽ ഒരു 16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിലുള്ള സിസ്റ്ററിനെ എനിക്ക് അത്ര ഓർമ്മയിലില്ല. പക്ഷെ സിസ്റ്റർ ആയതിനു ശേഷം ഞങ്ങൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റാണ്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് മുതിർന്നു. സിസ്റ്ററുമായി നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. സിസ്റ്റർ വളരെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സിസ്റ്ററാവും പോയി. പിന്നീട് മഠത്തിൽ വെച്ച് ആൾ നന്നായി പഠിച്ചു. ബോട്ടണി എടുത്ത് പഠിച്ചു. വിമല കോളേജിൽ ലെക്ചറായി. അതിനുശേഷം അവർക്ക് PhD എടുത്ത് ഡോക്ടറേറ്റ് വാങ്ങിക്കണം എന്നുള്ള അതീവമായ ഒരു ആഗ്രഹം. ആൾ ഭയങ്കര ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഒരു കാര്യം നേടിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ച് നേടിയെടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആൾ അതിനു വേണ്ടി ഒരു പ്രബന്ധം, ഒരു തീസിസ് സമർപ്പിക്കാനായി യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് പത്രത്തിലൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും ഒരു അതിദാരുണമായ ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ട്രെയിൻ ആക്സിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അക്രമിയായ ഒരാൾ ഇവരുടെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി അയാൾ സിസ്റ്ററിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭയങ്കര ഹൈ സ്പീഡിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് സിസ്റ്ററിൻ്റെ ഒരു കൈയും ഒരു കാലും സിസ്റ്ററിനെ നഷ്ടപ്പെട്ടു. കാല് നമ്മൾ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് തുന്നി ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അത് ബോഡി റിജക്റ്റ് ചെയ്യാനുണ്ടായത്. പിന്നീട് അങ്ങോട്ടേക്ക് 20 വർഷക്കാലം സിസ്റ്റർ ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒരു കൈയും ഒരു കാലും വെച്ച് സിസ്റ്റർ വളരെ ബുദ്ധിമുട്ടിയാണ് വർക്ക് ചെയ്തിരുന്നത്. അവസാനം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി വിമല കോളേജിൽ നിന്ന് ആൾ റിട്ടയർ ചെയ്തു. അപ്പോൾ അവിടെയുള്ളവർ വിമല കോളേജിലെ സ്റ്റുഡൻസ് എനിക്ക് പരിചയപ്പെടുന്ന കുറേ പേരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കാറുണ്ട്. രാവിലെ തന്നെ 8:30 ആകുമ്പോഴേക്കും സിസ്റ്റർ എന്താ പറയുക കാല് വെച്ചിട്ടുള്ള കൃത്രിമ കാല് വെച്ചിട്ട് ആൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ഡിപ്പാർട്ട്മെൻറ്റിലെത്തും. 3:30 കഴിഞ്ഞ് ആൾ തിരിച്ചിറങ്ങും. പിന്നീട് ആൾ വീൽ ചെയറിലാണ് മഠത്തിലൊക്കെ സഞ്ചരിക്കാറ്. അപ്പോൾ ആ രാവിലെ തന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ ആള് ഒരു ആസ് യൂഷ്വൽ നോർമൽ പേഴ്സൻ്റെ പോലെയാണ് ക്ലാസ് എടുക്കുന്നതും എല്ലാം. ഒരു കൈ ഉള്ളത് കൊണ്ട് വലത് കൈയിന് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ആയതുകൊണ്ടും ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ബോട്ടണി ആയതുകൊണ്ട് ഒരുപാട് വരയ്ക്കാനും എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് വലത് കൈയിന് നല്ല വേദനയും ബുദ്ധിമുട്ടുകളും ഒരുപാട് ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ലായിരുന്നിട്ടും അതിനെ ഒരു പോസിറ്റീവ് ഫേസോട് കൂടിയാണ് സിസ്റ്റർ എപ്പോഴും അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ കേസൊക്കെ ആള് ദൈവത്തിന് വിട്ടുകൊടുക്കാനുണ്ടായത്. അക്രമയോട് ക്ഷമിച്ചു പറഞ്ഞ് കേസെല്ലാം ആള് വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ പല സ്റ്റുഡൻസും പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് സിസ്റ്റർ സെറിൻ എന്നാണ്. ഇപ്പോൾ ഈ അടുത്തിടെ ഒരു സ്റ്റുഡൻറ്റ് ഞാൻ പരിചയപ്പെട്ടപ്പോൾ സിസ്റ്റർ, അതും ഒരു സിസ്റ്ററാണ്, സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ചിത്രം അവർക്ക് ബോട്ടണി ആകുമ്പോൾ ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടാവും. ഡയഗ്രാംസ് വരച്ചിട്ട് സിസ്റ്ററിനെ കാണിക്കുമ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിൽ സിസ്റ്ററിന് ആ ഒരു കൈയേ ഉള്ളൂ, ആ കൈ കൊണ്ട് സിസ്റ്റർ മാച്ച് കറക്റ്റ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ആ സിസ്റ്റർ പറയുകയുണ്ടായി. അത്രയും കുട്ടികളുമായിട്ട് ഭയങ്കര സൗഹൃദത്തിലും അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോഡലായിരുന്നു സിസ്റ്റർ. പലരും പുറത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ സിസ്റ്ററെ കാണാൻ നാട്ടിൽ വരുമ്പോൾ ഓടിയെത്താറുണ്ടെന്ന് പറയാറുണ്ട്. സിസ്റ്ററിൻ്റെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ എപ്പോൾ കാണുമ്പോഴും
സിസ്റ്റർ നന്നായി പഠിക്കണം, നല്ല ജോലി മേടിക്കണം, നല്ല ഉയരങ്ങളിൽ എത്തണം എന്നാണ് സിസ്റ്റർ എപ്പോഴും ഞങ്ങളോട് പറയാറ്. ഞങ്ങളുടെ മക്കളോടും അത് തന്നെയാണ് പറയാറ്. ഞങ്ങളിപ്പോൾ ഈ അടുത്ത് ഏപ്രിൽ മാസത്തിൽ സിസ്റ്ററെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സംസാരിക്കും. സിസ്റ്റർ ഭയങ്കര ടോക്കറ്റീവാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി സംസാരിക്കും. അപ്പോൾ ഞങ്ങളുടെ മക്കളോടൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും അവരെവിടെ എത്തണം, നന്നായി പഠിക്കണം, നല്ല മിടുക്കരാവണം എന്നൊക്കെ വളരെ നല്ല രീതിയിലാണ് ആള് ലൈഫിനെ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരുടെ സന്തോഷത്തിലും പങ്കുചേരാനും ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാലും സിസ്റ്റർ നമുക്കതിന് എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻ പറയുകയും സിസ്റ്ററിൻ്റെ ലൈഫ് ഒരു എക്സാമ്പിളായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ കുറച്ച് പിന്നിലേക്ക് പോയി തുടങ്ങിയപ്പോൾ ആള് ഹെൽത്തിനെ കുറിച്ച് നല്ല കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഒബിസിറ്റി ഉള്ള ആളാണ്. അപ്പം എന്നെ കാണുമ്പോഴൊക്കെ സിസ്റ്റർ പറയും, നീ എന്താ പറയുക, ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കണം, പിന്നീടുള്ള ലൈഫിലേക്ക് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സിസ്റ്റർ എപ്പോഴും ഞങ്ങളോടൊക്കെ കാണുന്നവരോടും എല്ലാ കാര്യത്തിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലെല്ലാം വളരെ നന്നായി ഇടപെടും. പക്ഷെ അന്ന് ആ ആക്സിഡൻറ്റിൽ സിസ്റ്ററിനുണ്ടായ സർജറിയിലും ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കേണ്ടി വന്നു. കാരണം അന്ന് അത് അനിവാര്യമായിരുന്നു സിസ്റ്ററിനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ആ മരുന്നിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം സിസ്റ്റർ ഇപ്പോൾ വളരെ നേരത്തെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ട് ആൾക്ക് പതിയെ പതിയെ വലത് കൈകൾക്കും കാലിനും ഷുഗർ വന്നു. പിന്നെ കുറേ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായി. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് ആള് വേർപെട്ടു പോയി. പക്ഷെ സിസ്റ്ററിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പോസിറ്റീവ് ഓർമ്മകളാണ്. അത് സിസ്റ്റർ എന്തായാലും സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. സിസ്റ്ററിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. എല്ലാ സ്റ്റുഡൻസിനും നല്ല ഓർമ്മയാണ്. അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ കുട്ടികൾ എൻ്റെ മക്കളുടെ കൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പോലും ആള് റീകളക്ട് ചെയ്ത് പറയും. അവരെയൊക്കെ കുറിച്ച് ആൾക്ക് നല്ല ഓർമ്മകളാണ്. അപ്പോൾ എല്ലാവരും സിസ്റ്ററിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം.